പുത്തരിക്കണ്ടത്ത് നെന്മണി വിളയിച്ച് പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. നിറപുത്തരി ദിനത്തിൽ പുത്തരിക്കണ്ടത്ത് വിളയിച്ച ധാന്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഭഗവാനെ ആദ്യമായി പൂജാകാര്യങ്ങൾ ചെയ്യുന്നത്, നിവേദ്യം ചെയ്യുന്നത്. നമ്മുടെ കാർഷിക സംസ്കാരം നിലനിർത്തുന്നതിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ പിന്തുടരുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്നിവിടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ പുത്തരിക്കണ്ട മൈതാനത്തിൽ നട്ട് വിളയിച്ച നെൽക്കതിരുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഭരണസമിതി മുൻപാകെ ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് സമർപ്പിക്കും. നിറപുത്തരി ദിനത്തിൽ പുത്തരിക്കണ്ടത്ത് വിളയിച്ച ധാന്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഭഗവാനെ ആദ്യമായി പൂജാകാര്യങ്ങൾ ചെയ്യുന്നത്, നിവേദ്യം ചെയ്യുന്നത്. കുറെ കാലമായി ഈ ചടങ്ങ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. പുത്തരിക്കണ്ടത്ത് നട്ട് കൃഷി നടത്തി അതിൽ നിന്നും നെല്ല് ഉൽപ്പാദിപ്പിച്ച് സമർപ്പിക്കുക എന്നുള്ളത് കുറച്ചു കാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ഭരണസമിതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ, ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ പുത്തരിക്കണ്ടത്ത് നെന്മണി വിളയിച്ച് പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ നല്ല സഹകരണം കൊണ്ട്, കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും ഒക്കെ തന്നെ സഹകരണം കൊണ്ട് വളരെ ഭംഗിയായിട്ട് സമയബന്ധമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. അതിന് നാശനഷ്ടങ്ങളൊന്നും വരാതെ ഭംഗിയായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു. അതിൻ്റെ കൊയ്ത്തുത്സവമാണ് നടന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഇവിടെ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൗൺസിലർമാരും നാട്ടുകാരും ജീവനക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നെന്മണികൾ കൊണ്ടുപോയി അവിടെ ഭരണാധികാരികളെ ഏൽപ്പിക്കും. അവിടെ സംഭാവന സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. വളരെയധികം അഭിമാനത്തോടെയും സന്തോഷത്തെയാണ് തിരുവനന്തപുരത്തെ ജനത, പ്രത്യേകിച്ചും കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ജീവനക്കാരും ഒക്കെ തന്നെ ഈ നിമിഷങ്ങളെ കാണുന്നത്. ഈ ചടങ്ങിലേക്ക് ആവശ്യമുള്ളത് അല്ലാതെ ബാക്കി വരുന്നതിന് എന്താണ് ചെയ്യുന്നത്? അല്ല, ഇത് അവിടെ ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ട്. ഇവിടെ വിളയിച്ചതിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് മുഴുവൻ അവിടെ തന്നെ സമർപ്പിക്കും.